നിയമസഭാ സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെ സഭയിൽ പ്രതിപക്ഷ ബഹളം. വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധം കനത്തതോടെ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. സഭയിലെ പ്രതിഷേധത്തിനിടെ ചീഫ് മാർഷലിന് പരിക്കേറ്റെന്ന് സ്പീക്കർ അറിയിച്ചു. സാർ, ഈ ചീഫ് മാർഷൽ പണ്ട് കയ്യൊടി നിന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആളാണ്. അതൊന്നും പക്ഷേ ഞങ്ങളെ ആരും അന്നത്തെ ചീഫ് മാർഷൽ ഇപ്പൊ ഇല്ല. റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ നിയമസഭാ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അങ്ങനെ വരുമ്പോൾ 35 കുടുംബങ്ങൾക്ക് 10.5 ഏക്കർ ഭൂമി അതിനുവേണ്ടി നീക്കിവെക്കേണ്ടി വരും. അത് കഴിച്ചാൽ 209 കുടുംബങ്ങളാണ് SC കുടുംബങ്ങളായി അവിടെയുണ്ട്. അവർക്ക് 12 സെന്റ് ഭൂമി അവിടെ തന്നെ ഈ അരിപ്പ ഭൂമിയിൽ തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. മറ്റു കുടുംബങ്ങൾ 78 അവർക്ക് 10 സെന്റ് ഭൂമിയും ആ മേഖലയിൽ തന്നെ വിതരണം ചെയ്യണം എന്ന് നിശ്ചയിച്ചു. അങ്ങനെ പട്ടികവർഗക്കാർക്ക് 30 സെന്റ് സ്ഥലം, ബാക്കി 70 സെന്റ് സ്ഥലം പിന്നീട് നൽകും എന്ന മറ്റെവിടെയെങ്കിലും നൽകും എന്ന സർക്കാരിന്റെ ഉറപ്പും 1 ഏക്കർ ഭൂമി റിസർവ് ചെയ്തുകൊണ്ട് തൽക്കാലം 30 സെന്റ് സ്ഥലവും, SC കുടുംബങ്ങൾക്ക് 12 സെന്റ് വീതമുള്ള സ്ഥലവും, മറ്റു വിഭാഗങ്ങൾക്ക് 10 സെന്റ് വീതമുള്ള സ്ഥലവും നൽകാൻ വേണ്ടിയിട്ടുള്ള പൊതു തീരുമാനം അവതരിപ്പിച്ചു. വിവിധ വിഭാഗങ്ങളിലെ പ്രതിനിധീകരിച്ച ആളുകൾ അവരുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തി. ഭൂമി കൂടുതൽ ലഭ്യമാകാമോ, എത്രയേറെ ഭൂമി നമുക്ക് ലഭ്യമാകും എന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. പക്ഷേ ചർച്ച ചെയ്തതിൽ ഏതാണ്ട് എല്ലാവരും സർക്കാരിന്റെ തീരുമാനം പൊതുവായി അംഗീകരിച്ചു. ഏതാണ്ട് എല്ലാവരുമല്ല, എല്ലാവരും സർക്കാരിന്റെ തീരുമാനം പൊതുവായി അംഗീകരിച്ചു. കുറച്ചുകൂടി ഭൂമി മറ്റിടങ്ങളിൽ കിട്ടുമോ എന്ന പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു. പക്ഷേ ഇവിടെ തന്നെ ഒരു ഭൂമി വേണം എന്നുള്ളത് കൊണ്ട് അവിടെ തന്നെ ഭൂമി കൊടുക്കുക എന്ന ആശയം വരുമ്പോൾ ഇത്ര ഭൂമിയാണ് നമുക്ക് കൊടുക്കാനാകുന്നത് എന്ന് നിശ്ചയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അരിപ്പ ഭൂസമരം ഔപചാരികമായി അവസാനിപ്പിക്കാൻ കഴിയുമെന്ന ധാരണയോടുകൂടി ആ ചർച്ച പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് ഇന്നലെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അരിപ്പ സമരം കഴിഞ്ഞ 14 വർഷക്കാലമായി പല വിധത്തിലുള്ള ആശയങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും വിധേയമായ അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും അവരുടെ ഭൂമിയിൽ തന്നെ നമുക്ക് ഭൂമി കൊടുക്കാനായി അവരുടെ ഭൂമിയിൽ അത് ഉറപ്പിച്ചു. ഇനി നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അതിനകത്ത് കയറി സർവേ നടപടികൾ ആരംഭിക്കണം. തിങ്കളാഴ്ച സർവേ നടപടികൾ ആരംഭിക്കും. തിങ്കളാഴ്ച സർവേ നടപടികൾ ആരംഭിക്കുമ്പോൾ നിലവിലിപ്പോ കുടിലുകളൊക്കെ കെട്ടി താമസിക്കുന്ന ആളുകളുടെ ഭൂമി സെറ്റിൽ ചെയ്യേണ്ടി വരും. അതിനായി പുനലൂർ RDOയെ ഒരു സെറ്റിൽമെന്റ് ഓഫീസറായി നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ സെറ്റിൽമെന്റ് പ്രവർത്തനങ്ങളും അളവും 10 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാം എന്ന ആശയത്തിലും ധാരണയിലുമാണ് ആ നടപടിക്രമങ്ങൾ പോയിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള സർക്കാർ സർവേ ഉദ്യോഗസ്ഥന്മാരെ അധികമായി ഈ കാര്യത്തിന് വേണ്ടി വിതരണം ചെയ്യാനും ഏൽപ്പിക്കാനും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. കഴിയാവുന്ന വേഗം 2025 തന്നെ ഈ നിർദ്ദേശം അനുസരിച്ചാണെങ്കിൽ ഭൂമിയുടെ രേഖകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞ 14 വർഷക്കാലമായി ഭൂമിയിൽ ഏതെങ്കിലും വിധത്തിലുള്ള കിടപ്പാടത്തിന്റെ രേഖകളില്ലാത്തതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ വരെ വാങ്ങാൻ കഴിയാതെ ജീവിച്ചിരുന്ന അരിപ്പ ഭൂമിയിലെ പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ള സമരക്കാർക്ക് 2026 പുതുപുലരിയിൽ സ്വന്തം ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ